ശബ്ദങ്ങൾ പുറപ്പെട്ടാൽ അത് അകത്തേക്ക് കശ്മലങ്ങളിൽ കയറാതെ പോലെയും അകത്തുള്ള കശ്മലങ്ങളെല്ലാം വലിച്ച് പുറത്തോട്ടും കഴിയും. അതാണ് വാൽമീകി ആയത് രാമനാമം കൊണ്ടല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള രാ എന്ന് പറയുമ്പം വായി തുറക്കും, അപ്പോൾ കശ്മലങ്ങളൊക്കെ പുറത്ത് പോകും. മാ എന്ന് പറയുമ്പം വായി അടക്കും, അപ്പോൾ കശ്മലങ്ങൾ പുറത്തുള്ള കശ്മലങ്ങൾ അകത്ത് വരില്ല. അങ്ങനെയുള്ള രാമനാമം എളുപ്പത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തേടാനുള്ള വഴിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രാമനാമത്തിൻ്റെ മഹത്വം എന്താണ്, ഇതൊക്കെ നമ്മളെല്ലാം കേട്ട് അറിഞ്ഞു പഠിച്ചെങ്കിലും വീണ്ടും വീണ്ടും നമ്മുടെ രാമൻ്റെ മഹിമകൾ നമ്മൾ കേൾക്കണം. എത്ര എന്ന് പറഞ്ഞാൽ രാമ എന്ന് പറഞ്ഞാൽ രാമൻ്റെ ഗുണം വരും. രാമനെ പഠിച്ചാൽ നമുക്ക് നല്ല മോക്ഷധർമ്മം നമ്മളെ കൈവശമാകും. അത് രാവണന് സീതാപഹരണം ചെയ്ത് അശോകയിൽ വെച്ച് സീതയെ അവളെ കൺവിൻസ് ചെയ്യാൻ, അവളെ സ്വീകരിക്കാൻ, തന്നെ സ്വീകരിക്കണം എന്ന് പല പ്രയത്നങ്ങളും വിഫലമായ സമയത്ത് സീതയ്ക്ക് രാമനല്ലാതെ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ രാവണൻ ആലോചിക്കുന്നത്, ഞാൻ രാമൻ്റെ രൂപം ധരിച്ച് മായാവിദ്യ ഉണ്ടല്ലോ, രൂപം ധരിച്ച് സീതയുടെ അടുത്ത് പോയി സീതയെ അവൾ സമ്മതിക്കുന്ന പോലെ സ്വീകരിക്കുന്ന പോലെ ചെയ്യണം. രാമൻ്റെ രൂപം എടുത്തു. രാമൻ്റെ രൂപം എടുത്ത് 1, 2, 3, 4ാമത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കുമ്പം തന്നെ രാമൻ്റെ ഗുണം വന്നു. എനിക്ക് ഇങ്ങനെ ചെയ്തത് തെറ്റാണ്, മഹാപാപമാണ്, ഞാൻ ചെയ്യില്ല. അപ്പോൾ തന്നെ രാവണൻ അറിഞ്ഞ് ഇത് രാമൻ്റെ രൂപം എടുത്താൽ ഡേഞ്ചറാണ്, എനിക്ക് എൻ്റെ ഈ ഗുണമില്ലാതാകുന്ന രാമൻ്റെ ഗുണം വരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ രാമൻ്റെ രൂപത്തിൽ സീതയുടെ അടുത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ രാമൻ്റെ വേഷം ധരിച്ചാലും മതി, രൂപം ധരിച്ചാലും മതി, രാമൻ്റെ ഗുണം വരും. എന്നാൽ ഭക്തിയിൽ രാമ 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 എന്ന് പറഞ്ഞാൽ ഹനുമാൻ അതല്ലേ, രാമനാമം അല്ലാതെ ഒന്നും ഹനുമാന് വേണ്ട. എല്ലാവരും മോക്ഷത്തിൽ രാമ അവതാരം സമാപ്തിയാവുന്ന സമയത്ത് മോക്ഷത്തിൽ എല്ലാ അയോധ്യവാസികളും വരൂ എന്ന് കൊണ്ടുപോകുമ്പോൾ ഹനുമാൻ മാത്രം പോകുന്നില്ല. ഹനുമാൻ എന്താ നീ അവിടെ വരുന്നതിന് പറയുമ്പോൾ അവിടെ രാമനാമം ഉണ്ടോ വൈകുണ്ഠത്തിൽ എന്ന് ചോദിക്കുന്നു. ഒരിക്കലും രാമനാമമില്ലാത്ത ഇടത്തിൽ ഹനുമാൻ ഉണ്ടാവില്ല. അപ്പം നമ്മൾ രാമ എന്ന് പറയുമ്പോൾ ഹനുമാൻ എന്തായാലും വേണ്ട. ഞാൻ കഴിഞ്ഞ തവണയും അവിടെ വന്നിട്ടാകുമ്പം രാമനാമത്തിൽ ഉച്ചരി കിടന്നു. അതാണ് നിങ്ങളുടെ ബാക്കിൽ തന്നെ ഉണ്ട്, എൻ്റെ വീട്ടിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ രാമനാമം മക്കൾ അത്രയും വിശ്വാസത്തിൽ വീട്ടിൻ്റെ മുകളിൽ വന്നു പറഞ്ഞതാണ്. ഇതാണ് വിശ്വസിച്ചാൽ കല്ലും ദൈവമാണ്, വിശ്വാസമില്ലാത്തവർക്ക് ദൈവവും കല്ലായിപ്പോകും. അതുകൊണ്ട് നമ്മൾ രാമ എന്നുള്ള പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ശബ്ദം നമ്മളെ ശുദ്ധമാക്കുന്നത് മാത്രമല്ല അന്തരീക്ഷത്തിനെയും ശുദ്ധമാക്കണം. രാമൻ്റെ മഹിമകൾ എത്രയാണ് നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അയോധ്യ അടക്കം ഇന്ന് കണ്ടോ എങ്ങനെയായി. രാമൻ്റെ നാമം എങ്ങനെ ഒരു അവസ്ഥക്കൊക്കെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ യുദ്ധത്തോടെ രാജ്യം സ്ഥാപിക്കാൻ പല ജീവൻ ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വൈകുണ്ഠത്തിലെത്തിയുണ്ടാവും. പലവർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി. പക്ഷേ ജീവിച്ചതിലെല്ലാം നമുക്കൊക്കെ ഈ അയോധ്യ ഒരു സംഗ്രാമമാകുമ്പോൾ എത്രമാത്രം നഷ്ടങ്ങളും ഇടയിൽ ഉണ്ടായിരുന്നു. കുറേ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ ഈ രാമൻ്റെ മഹിമകൾ എത്രയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഭാരതത്തിൽ നടക്കാതെ തന്നെ രാമൻ്റെ പ്രതിഷ്ഠയടക്കം നടന്നു. വൈകുണ്ഠമായി ഭാരതം. അതിനുശേഷം പല മാറ്റങ്ങളാണ് ഇപ്പം കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള രാമ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എവിടെയൊക്കെ രാമ എന്ന് കേൾക്കാനാണെന്നോ അവിടെയൊക്കെ ഹനുമാനും കൂടെ വന്ന് നമുക്കെല്ലാം അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിന് രാമനാമബലം, ഹനുമാന്റെ ശക്തിയുടെ ബലം രണ്ട് നമ്മളെ കൂടെ ഉണ്ടായി. സനാതന സംസ്കാരം നിലനിൽക്കട്ടെ. അതേപോലെ ഈ സമയത്ത് എല്ലാവരും നമ്മളെ ആഗ്രഹിക്കുന്ന അദ്ദേഹം രാജസ്ഥാനിലൊക്കെ വന്നതാണ്. ഗോസമ്മാൻ അഭിയാനിൻ്റെ പേരിൽ ഹസ്താക്ഷരം സംഗ്രഹം അതിൻ്റെ പേരിൽ 26-ാം തീയതി എല്ലാ നമ്മളെ താലൂക്ക് കേന്ദ്രത്തിൽ പോയി തഹസിൽദാർ മൂലം നമ്മളെ അപേക്ഷ ഗോസംരക്ഷണം ചെയ്യണം എന്നുള്ള അപേക്ഷ